സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് മരം മുറിച്ചു മാറ്റി. സുനിൽ ഐസക് ഉണ്ട്. സുനിൽ, എന്തെങ്കിലും കാഷ്വാലിറ്റീസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഒടിഞ്ഞു വീണ മരം പൂർണ്ണമായും അവിടെ നിന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിച്ചു. 3:05 ഈ ഒരു വലിയ മരം ഒടിഞ്ഞ് കന്റോൺമെന്റ് ഗേറ്റിന് മുകളിലേക്ക് വീഴുന്നത്. കന്റോൺമെന്റ് ഗേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റാണ്. മന്ത്രിമാർ, സെക്രട്ടറിമാർ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും കടന്നു പോകുന്ന ഗേറ്റാണ് കന്റോൺമെന്റ് ഗേറ്റ്. ഇവിടെ 24 മണിക്കൂറും സെക്യൂരിറ്റി സംവിധാനവുമുണ്ട്. പക്ഷേ ഈ മരം ഒടിഞ്ഞു വീഴുന്നതിന് തൊട്ടു മുമ്പ് വലിയ ശബ്ദമുണ്ടായിരുന്നു. ആ വലിയ ശബ്ദത്തോടു കൂടിയാണ് താഴേക്ക് വന്ന് പതിച്ചത്. ഈ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഓടി മാറി. അതുകൊണ്ട് തന്നെ വലിയ അപായമൊന്നും ഉണ്ടായില്ല. ഈ ഗേറ്റിന് മുകളിലേക്ക് മരം അടർന്നു വീഴുകയായിരുന്നു. തുടർന്ന് ഈ ഗേറ്റിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. അവിടെ ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. അവിടുന്ന് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലാവുകയും ചെയ്തിരുന്നു. എന്തായാലും പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ പോലീസ്, ഫയർഫോഴ്സും സ്ഥലത്തെത്തി അവരതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും വഴിതിരിച്ചു വിടുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായും ഇപ്പോൾ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്.